ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അവിടെ എത്തി കേട്ടോ. നമ്മളിനി എവിടെയാ പോകുന്നത് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകണം. അവിടെ വേറൊരു വൈബാണ് ഗൈസ്. നമ്മളെവിടെ പോകണം ഇപ്പോൾ? ഗൈസ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വന്നേക്കാട്ടോ. നമ്മൾ രാജാ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് ഉറങ്ങിയാണ്, ഭയങ്കര ക്ഷീണമായത്, ഛർദ്ദിക്കാനൊക്കെ വന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കിടന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കണ്ണെടുത്തപ്പോഴേക്കും ഇവിടെ എത്തി. ഒരു 30 കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അവിടെ നിന്നിട്ട്. ചെറിയ ഡ്രൈവ് ആയിരുന്നു. അവരാണ് പെട്ടെന്ന് എത്തിച്ചു ചെയ്തു പുള്ളി. ഇവിടെ വൻ വെയിൽ, ദൈവന്മാരൊക്കെ ഉണ്ട്. അനീഷ അവിടെ ഞാൻ ഡ്രസ്സ് പറ്റാൻ നിൽക്കുകയാണ്. അനീഷ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ, ഞാനും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കയറാൻ വെച്ചു, അങ്ങനെ നിൽക്കണം. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് കേട്ടോ. ബാ ശ്രീമോന പുഴ. ഇന്ന് തിരക്ക് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, അതായത് തിരക്ക് കുറവുണ്ട്. ഇവിടെ കടകളൊക്കെ ഉണ്ട്, അവിടെയും കടകളുണ്ട്. ഇപ്പൊ കടകളുണ്ട്. ഇവര് ശരത്തോ ശാന്ത അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കടകൾ തേടി പോകാം. നമ്മൾ കടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കിട്ടാ. ചുമ്മാ രസമല്ലേ, നോക്കിയിട്ട് ഇങ്ങനെ വരാലോ. ഇങ്ങനെ വേണ ഓ മൈ ഗോഡ്, എന്റെ കണ്ണ് ഫസ്റ്റ് പോകുന്നത് ഇതിലേക്കാണ്. ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്. എന്റെ വീട്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മച്ചാൻ ഇത് ആർക്ക് മേടിച്ചു കൊടുക്കുക പറഞ്ഞത്? അല്ലല്ല, അതിന് മുന്നെന്താ പറഞ്ഞു, റെക്കോർഡിങ്ങിലായിരുന്നില്ല. കാര്യം പറഞ്ഞു അങ്ങനല്ലെന്ന്, കൂട്ടുകാരിയോ അങ്ങനല്ല കേസ് പറഞ്ഞത്. ഏതോ പെണ്ണിന്, അതായത് പ്രേമിക്കാൻ വന്ന പെണ്ണിന് ആരും കൊടുക്കുന്ന കാര്യം പറഞ്ഞു. നമ്മളെ പ്ലാനുകളൊക്കെ എല്ലാം അടപടലം പോയിരിക്കുന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ശ്രീ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്ത് ചെയ്യൂത്. ഏത് ഞാൻ ഇത് മറ്റേലേക്ക് ഇടും, ഏതെങ്കിലും വന്നായില്ല വെച്ചാ സ്റ്റില്ല് കൊടുക്കുകയാണെങ്കിൽ 2-3 ഗേയ്സ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് എടുക്കാം, നോക്കട്ടെ. വലിയ സെക്യൂരിറ്റി വരട്ടൊന്നുമില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ, നോക്കാം. ഞാൻ കണ്ടതാണ്, പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റില്ലെന്ന് മാത്രം. നോക്കാം ഗേയ്സ്, എന്തായാലും ഫോട്ടോ എടുക്കാമല്ലോ, നമുക്ക് ഫോട്ടോയിൽ എടുക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, ശരത്തനും ഷാനും പോയി കേട്ടോ, നമുക്ക് പോയി നോക്കാം. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. വെയിലുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കാം, അകത്തോട്ട് വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെടുത്തു, പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഒരു കൊച്ച തല്ല് തോട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മുത്തച്ഛനാണ് ഇതിൻ്റെ ഈ സാധനം ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ആ മുത്തച്ഛൻ ഏതാണോ? ഇതിൻ്റെ അകത്താണ് മറ്റേ ഒരു പ്രതിമകളൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ വീടെടുക്കാൻ അലൗഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കില്ല. ഓക്കെ, ഫോട്ടോ എടുക്കാം. ഓക്കെ ഗേയ്സ്, ഷാനും ശരതനൊക്കെ അങ്ങോട്ട് പോകട്ടെ, ഞാനും ഫ്രീ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മളും അങ്ങോട്ട് പോവാം. ഓക്കെ ബൈ ഗേയ്സ്. കർണാടകയിലെ കുടക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ. തൃശ്ശൂര് വരുത്തിട്ടാ നമ്മൾ തൂക്കും കേട്ടാ. പത്മനാഭന്റെ ആനപ്പെണ്ണ് കണ്ടാ താൻ നല്ല ചൂടിന്നിരിക്കും. അത് കൂട്ടി അതല്ലടാ, പത്മനാഭന്റെ ചൂട് ആനപ്പെണ്ണേ, അത് കൂട്ടൊരു പിടി പിടിച്ചാലുണ്ടല്ല മാറി നിക്കും. എന്തോ നിങ്ങൾ കുറച്ച് എക്സസൈസ് നിങ്ങളാക്ക്. യെസ് മുച്ച, നമുക്ക് സ്റ്റെപ്പ് അടിച്ചാ നമ്മൾ കൊച്ചി കയറാണ്. ലൈവ് പോട്ടാ, നമ്മ പെട്ടിട്ടാ. പത്മനാഭനെ അറിയില്ല എനിക്ക്. തൃശ്ശൂർ റൗണ്ടിൽ വരണം കേട്ടാ, തൂക്കിയിരിക്കും.
ഒരുത്തരുടെ പാട്ട് വെച്ച് പോകുന്നുണ്ട്. ഇവനല്ലേ എന്ത് ഇതിനെ വന്നത് വീട്ടിലിരുന്ന പറയാ നുമ്മനാർ റീലട്ടെ നിനക്കൊന്നും 1995 നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ 1999 ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് കൂടുതലുള്ളത്. ഒരുപാട് ചിത്രങ്ങളും അകത്തായിട്ട് കാണാൻ കിട്ടും. മുകളിലായും സൈഡിലായിട്ടും ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് വെറുതെ ഇരുന്നു. വൈ എടാ ഞങ്ങൾ പോകുന്നുണ്ടോ? പോവാണ് പോവണ്ടെന്ന് ഗേസ് ഇവൻ കാണിച്ചത് ഇവൻ റാങ്ങാണ്. ഇവൻ റാങ്ങായിട്ട് സംസാരിപ്പിച്ചു എന്നോട്. ഇവൻ റാങ്ങാണ്. ഞാനത് തുറന്ന് പറയും. അയ്യോ ഈ സാധാരണ സൗണ്ട് ആക്കുന്നത് ഡ്രോയിങ്ങടാ. ഇത് ഡ്രോയിങ് വെച്ചാൽ തുണിയിൽ വെച്ച ഡ്രോയിങ് ആണ്, മനസ്സിലായോ? അത് അതിന് ഒട്ടിച്ചാണ്. അപ്പൊ മുകളിൽ അത് സംഭവിക്കും. ഇത് നോക്കടാ, ഇത് ഭാരയെല്ലാം അതന്നെ ഈടോക്ക് തുണിയിൽ വരച്ച് ഒട്ടിക്കില്ലേ? പക്ഷെ അത് ഇത്ര സ്മൂത്ത് ആയിരിക്കുന്നടാ. സംഭവം ഇത് വരച്ചതാണ്. ആടാ എന്നോട് യോജിക്കുന്നു. ഇതാ തുണിയിൽ വരച്ചിട്ട് ഒട്ടിക്കുന്നത്. തുണിയിൽ വരച്ച് ഒട്ടിക്കുന്നുണ്ടോ? അടിപൊളി. കിടിലുണ്ടല്ലോ, മുകളിൽ അതേപോലെ ആയിരിക്കില്ലേ? കിടിലൻ ഡ്രോയിങ്സ് ആണോ മൊത്തം. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് തിരക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അകത്ത് കയറി കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴേക്കും നല്ല തിരക്കായി കേട്ടോ. കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ മലയാളീസിനൊക്കെ കണ്ടു. പിന്നെ മലയാളീസിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ പിന്നെ അവിടെ മൊത്തം കണ്ടു കേട്ടോ. അവിടെ ചില ഇങ്ങനെ ഒരു കൂടാരം പോലെ കെട്ടിയ അടുത്തൊക്കെ കയറി നോക്കിയപ്പോൾ അവിടെ പെപ്സിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെപ്സിയും കൊക്കോകോളയൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ വലിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പ്രസാദമായിരിക്കാം. പിന്നെ അവിടെ കുറേ മറ്റേ നേപ്പാളിലുള്ള വലിയ ബുദ്ധമതത്തിൻ്റെ കെട്ടിടങ്ങളും അതും ഇതൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോർഡിലൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. അപാര ഇംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഷൂട്ട് ചെയ്തേട്ടാ. ഗേസ് നമ്മള് ഗോൾഡൻ ടെമ്പിൾ കയറി. അവിടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ അനുവാദം ഇല്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തിട്ടില്ലേ? ഞാൻ എൻ്റെ പ്രഷറോട് സത്യസന്ധമായ പെരുമാറുന്നു. ശ്രീനാഥ് പട്ടളത്തിൽ ആള് പറയണ്ടെന്ന് പറഞ്ഞു. ഇതൊരു വിവാദമാക്കണം ഗസ്റ്റിങ്. ഇവര് ചായ കുടിക്കാനാണ്. ഈ ചൂടത്ത് ചായ തിളച്ചു ചായ കുടിക്കുന്ന അനീഷും ഷാനും. അപ്പൊ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഒരു കിടില സ്ഥലത്തേക്കാണ്. അനീഷ് എവിടേക്കടാ? നമ്മള് മുമ്പിട്ടോ സ്ഥലം ഫിക്സ് ചെയ്തില്ലട്ടോ. ഇതാരാ ബാക്കിലിരുന്നത്? അനീഷ ഒരു 10 രൂപ കൊടുത്ത് വിടണം കേട്ടാ. ഒരു 10 രൂപ എന്തായാലും കൊടുക്കണം. 10 രൂപ കൊടുക്കണ പാവലടാ. നീ കേറ്റി നമ്മളെ രണ്ട് അങ്ങ് കേറ്റിയല്ലേ? ഇല്ല ഞാനില്ല, നോക്കാൻ വേണ്ടിട്ട് എന്താ ചായ ആണെന്ന് തോന്നുന്നു. പക്ഷെ വെള്ളം കാണാനല്ലോ. അത് ഇവിടെ ഉണ്ട്, ഇവിടെ ഗെയ്സ് എന്താ വെച്ചിട്ടില്ല. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ശ്രീയും എടുത്തില്ല വീഡിയോ. അതായത് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോ എല്ലാരും എടുത്തു, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഫോളോ ചെയ്തു റൂൾസ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളത് ഒരാൾ വന്നു കേട്ടോ. 10 രൂപ കൊടുത്തിട്ട് പോയിട്ടില്ല. നേപ്പാളി തൊപ്പി വെച്ച നേപ്പാളി. അപ്പൊ ഗൈസ് നമ്മള് പോകാൻ പോകുന്നു. ശ്രീ ലവറെ വിളിക്കുന്നു. ചുരുള രീതി രഹസ്യങ്ങൾ പുറത്തു വരും എന്റെ വീട്ടിലൂടെ. എന്താണ് കണ്ട എന്ത് ചുരുള രഹസ്യം? ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആരാണ് പറ? ഇതാണ് പെണ്ണ്. എന്റെ വീട്ടിലൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് പുറത്തുവിടാണ്. ഉമ്മ കാണും, എന്റെ അമ്മ കാണും, എല്ലാരും കാണും. അതെന്റെ ഉമ്മച്ചാണ്. ഉമ്മച്ചൊന്നുമല്ല, ഉമ്മച്ചല്ല. പറ 1.5 മണിക്കൂർ ആരെങ്കിലും ഉണ്ടോ ഉമ്മച്ച? എടാ വേറെ ഇല്ലേ? ഗേസ് ഈ വരെ വേണ്ട.
ഈ കാണുന്നത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നിൽപ്പാട്ടോ. ചായ കുടിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ഫ്ലാസ്കിൽ കൊണ്ടുവന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഞങ്ങളൊരു ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഞങ്ങൾ റൂം എടുത്തില്ല ഇത്തവണ ഇവിടെ മടിക്കേരി. എന്നിട്ട് ഞങ്ങൾ നോക്കി അവിടെ ഞങ്ങൾ ടെൻറ്റ് പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ടെൻറ്റ് അടിക്കാൻ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വാട്ടർഫോൾ അന്വേഷിച്ച് ഒരു 25 കിലോമീറ്റർ വന്നു കേട്ടോ. ഗൈസ് ഒരു കാട്ടുമുക്കിൽ വന്നു കേട്ടോ. അതിന് കുറേ വരാനുണ്ട്. ഉള്ളിലോട്ട് വന്നു. ഇവിടെ നല്ല കിടിലൊരു തോടുണ്ട്. ഞങ്ങൾ കുളിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ കാറിൽ വെച്ച് പൂട്ടി സാധനങ്ങളൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്ന് റെഡി ആയത്. ഇപ്പോൾ ഞങ്ങളുടെ എലിഫൻറ്റ് ഇവിടെ എന്തോ ഒരു പരിപാടി എന്തോ ഉണ്ട്. അത് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച സാധനം കാണിച്ചു തരാണോ? ഗൈസ് ഇതാണ് ഞങ്ങൾ കുളിച്ച സ്ഥലം കേട്ടോ. അതായത് അടിപൊളിയായിരുന്നു. വൻ തണുപ്പ് എന്ന് പറഞ്ഞാൽ വൻ തണുപ്പ് വേണം. ഇതവിടെ സ്ത്രീ വരുന്നുണ്ട് വ്ളോഗ് ചെയ്തോണ്ട്. അയ്യോ ഇവിടെ ഒന്ന് പറയണേ, ഭയങ്കര തണുപ്പ് വരുന്നില്ല. പാട്ട വിറച്ചു പോയി. നല്ല സുഖമാവും. കാരണം അങ്ങ് ഞങ്ങളെന്താ അറിയോ, ഇത് കൂടെ അപ്പുറത്തേക്ക് പോയാടാ. എന്നിട്ട് അവിടെ പോയി ഇറങ്ങി അവിടെ കുഴി ഉണ്ടോ എന്നൊക്കെ നോക്കി. ഇവിടെ വലിയ കുഴിയൊന്നുമില്ല. പക്ഷെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ചെറിയ അട്ടയൊക്കെ ഉണ്ടായിരുന്നു. അട്ടയൊക്കെ അടിച്ചു. പക്ഷെ ഇപ്പോൾ മൊത്തത്തിൽ കളറായി കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.